ഒരു പതിറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിന് വിരാമം. ഇന്ത്യൻ പ്രതിപക്ഷത്തിന് അതിന്റെ ശബ്ദം തിരിച്ചു കിട്ടി. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. തെരുവിൽ മാത്രമുണ്ടായിരുന്ന പ്രതിപക്ഷ ശബ്ദം ഇനി പാർലമെന്റിലും മുഴങ്ങും. മോദിക്ക് ഒത്ത എതിരാളിയായി പ്രതിപക്ഷ നിരയുടെ ക്യാപ്റ്റനായി രാഗയുണ്ടാകും. നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്തു ചെയ്യുന്നു? BJPയുടെ ഈ പരിഹാസത്തിന് ഇനി അർത്ഥമില്ല. കന്യാകുമാരി മുതൽ കശ്മീർ വരെയും മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെയും നടന്നു തീർത്ത അയാൾ ഇന്ത്യക്ക് അതിശക്തമായ ഒരു പ്രതിപക്ഷത്തെ സമ്മാനിച്ചു. ഒടുവിൽ അതിന്റെ നായകനായി സഭയിലെത്തിയിരിക്കുന്നു. ഇനി ലോക്സഭയിലെ പ്രതിപക്ഷ ബെഞ്ചിന്റെ മുൻനിരയിൽ രാഹുൽ ഉണ്ടാകും. ഭരണഘടന കയ്യിലേന്തി നീതിയെയും ന്യായത്തെയും കുറിച്ച് സംസാരിക്കാൻ. നീറ്റ് നെറ്റ് പരീക്ഷാ നടത്തിപ്പുകളിലെ പാളിച്ച, തുടർച്ചയായ ട്രെയിൻ അപകടങ്ങൾ, അഗ്നിപഥ് പദ്ധതി, കർഷക സമരം, രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ എല്ലാം ശക്തമായി ചോദിക്കാൻ സഭയിൽ ആളുണ്ടാകും. നരേന്ദ്രമോദിക്കും സർക്കാരിനും ഇനി മറുപടികളില്ലാതെ മുൻപോട്ട് പോകാനാകില്ല. രാഹുൽ രാഷ്ട്രീയത്തിലെത്തിയിട്ട് 20 വർഷം പിന്നിടുന്നു. അധികാരത്തിലിരുന്ന ആദ്യ 10 വർഷവും പിന്നീട് അധികാരമില്ലാതെ നടത്തിയ പോരാട്ടങ്ങളുടെ 10 വർഷവും. ഒരു ഭരണഘടനാ പദവിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത് ഇതാദ്യമായാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുലിന് ക്യാബിനറ്റ് റാങ്ക് ലഭിക്കും. പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിച്ചേക്കും. വിവിധ അന്വേഷണ മേധാവികൾ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, വിവരാവകാശ കമ്മീഷണർ എന്നിവരെ അടക്കം നിയമിക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഇനി രാഹുൽ ഗാന്ധിയും ഉണ്ടാകും. പ്രതിപക്ഷത്തിന്റേത് ജനത്തിന്റെ ശബ്ദമാണ്. അത് അടിച്ചമർത്തരുത്. സ്പീക്കറായ ഓം ബിർളയെ അനുമോദിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞു: ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തിനുള്ളതുപോലെ പ്രതിപക്ഷത്തിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലോകത്തെ ഏറ്റവും മികച്ച ജനാധിപത്യ മാതൃകയാകുന്നത്. കരുത്തു കുറഞ്ഞ മോദിയും കരുത്തനായ രാഹുലും ആ ജനാധിപത്യ ബോധ്യത്തിന്റെ അടയാളങ്ങളാണ്.